ഇല്ല, അത്യാഗ്രഹമൊന്നും വേണ്ട. മന്ത്രിസഭയിലേക്ക് എത്തുന്നൊന്നും ഞാൻ ഒരു പ്രാവശ്യം മന്ത്രി ആയതാണ്. അപ്പൊ അതിനെ പറ്റി അത്ര വലിയൊരു ഇതൊന്നുമല്ല. വരികയാണെങ്കിൽ സന്തോഷം. അല്ല, വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നു. ഗവൺമെന്റ് കോളേജ് ഇല്ലാത്തടത്ത് ഗവൺമെന്റ് കോളേജ് ഉണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ മങ്കട മണ്ഡലത്തിൽ ഏകദേശം 13ഓളം ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് ഹയർ ഇതായിട്ട് പഠിക്കാനുള്ള പിന്നെ സൗകര്യങ്ങളുള്ള സ്ഥാപനങ്ങൾ. മങ്കട മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച നിലവിലെ MLA മഞ്ഞളാംകുഴി അലിയെ കാണാനുള്ള യാത്രയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയസാധ്യത, അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം UDF അധികാരത്തിൽ വരുമോ എന്നതൊക്കെ അദ്ദേഹം പല പ്രാവശ്യം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ഓരോടമ്പാലം മാനത്തമംഗലം, ഈ അങ്ങാടിപ്പുറത്തെ ഈ ഗതാഗതക്കുരുക്കിന് പ്രധാനമായിട്ടും ഈ പാലമാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ അദ്ദേഹം UDF അധികാരത്തിലെത്തിയാൽ ആദ്യം ഓരോടമ്പാലം മാനത്തമംഗലം ബൈപ്പാസ്, അതുകൂടാതെ മറ്റ് ബൈപ്പാസുകളുടെ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ വിജയപ്രതീക്ഷ, UDFന്റെ പ്രതീക്ഷ, ഇത്തരം കാര്യങ്ങൾ ചോദിച്ചറിയാം. മങ്കട മണ്ഡലത്തിലെ മഞ്ഞളാംകുഴി അലി MLA താങ്കൾ വീണ്ടും വിജയിക്കുമെന്നാണ് UDFന്റെ നേതാക്കൾ പ്രവർത്തകർക്ക് പറയുന്നത്. അവര് അതിൽ കടക്കും പറഞ്ഞു. പക്ഷേ LDFന്റെ സ്ഥാനാർത്ഥി വലിയ പ്രതീക്ഷയിലാണ്. അദ്ദേഹം CPM നേതാക്കൾ തന്നെ പറഞ്ഞത് LDFന്റെ വോട്ടുകളെല്ലാം സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ മുഹമ്മദ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വോട്ടുകൾ സമാഹരിക്കാൻ പക്ഷേ നടത്തുന്നത്. താങ്കളുടെ ഒരു പ്രതികരണം എന്താണ്? അല്ല, എൻ്റെ പ്രതികരണം ഒരു സംശയം വേണ്ട. ഇപ്രാവശ്യം മങ്കട മണ്ഡലത്തിൽ UDF തന്നെ ജയിക്കും. മാത്രമല്ല, UDFന് വളരെ വലിയൊരു ബേസ് ഈ ഇലക്ഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ഒരു ഇതിൽ നിൽക്കുന്ന ഒരു മണ്ഡലം എന്നുള്ളതിനൊക്കെ ഉപരി ഈ പ്രാവശ്യം ഗംഭീരമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ. അത്ര കാര്യം ഹാർഡ് വർക്ക് നമ്മുടെ മണ്ഡലത്തിലുള്ള എല്ലാ UDFന്റെ പ്രവർത്തകരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു സംശയം വേണ്ട, ജയത്തിൽ കുറവൊന്നുമില്ല. നല്ല ഭൂരിപക്ഷം ഉണ്ടാവുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കും. പ്രതീക്ഷിക്കാനല്ല, എല്ലാ സ്ഥാനാർത്ഥികൾക്കും പ്രതീക്ഷിക്കാൻ പല വകുപ്പുണ്ടല്ലോ. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ല, മങ്കട മണ്ഡലം UDFന്റെ മണ്ണാണ്. അത് ഒരു നല്ല രീതിയിൽ തന്നെ വിജയിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കും. പല UDFന്റെ നേതാക്കളും കഴിഞ്ഞ ദിവസം അഭിമുഖം നമ്മൾ വാക്ക് നൽകിയതിനു ശേഷം ഇങ്ങനെ ബന്ധപ്പെട്ടിരുന്നു. അവരൊക്കെ എങ്ങനെയാണ് സാധ്യമാവുക എന്ന ചോദ്യമാണ് അവർ ഉന്നയിച്ചത്. അപ്പോൾ തീർച്ചയായും UDFന്റെ നേതാക്കളുടെ ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായത് വലിയ ആത്മവിശ്വാസത്തിലാണ്. ചില ആളുകൾ പറഞ്ഞത് 12,000 മുതൽ 15,000 വരെ, ചിലർ 15,000 മുതൽ 12,000 വരെ എന്നൊക്കെ പറയുന്നു. ഒരു വലിയ ഭൂരിപക്ഷം. അല്ല, 18,000-നെക്കാളിലൊക്കെ കൂടുതൽ ഭൂരിപക്ഷമാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അതിനേക്കാളും വളരെ വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്ന പറയുന്നത്. ഒരു സംശയം വേണ്ട, സ്ഥാനാർത്ഥി എന്നുള്ളതല്ലേ. ഞാൻ മുമ്പ് കണ്ടതിനേക്കാളിലൊക്കെ എത്രയോ രീതിയിലുള്ള വലിയ പ്രവർത്തനമാണ് ഈ പ്രാവശ്യം മങ്കട മണ്ഡലത്തിൽ ഉണ്ടായത്. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ തിളച്ച് മറിയായിരുന്നു. അത് ഈ ഗവൺമെന്റിനോടുള്ള വല്ലാത്ത രീതിയിലുള്ള വിദ്വേഷമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ പല സ്ഥലങ്ങളിലും വെച്ചിട്ട് കണ്ടിട്ടില്ല, വലിയൊരു ഫോട്ടോ. അത് കാണുമ്പോഴേക്ക് ജനങ്ങൾ കൂടുതൽ ആവേശഭരിതരായി എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് മങ്കട മണ്ഡലത്തിലുണ്ടായിട്ടുണ്ട്. സ്വന്തമായി മത്സരിക്കുകയും പിന്തുണ ചെയ്തപ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ എല്ലാവരും ഒറ്റക്കെട്ടായി UDF ഒരു ഒറ്റക്കെട്ടായി മാറിയെന്നാണ്. ഒരു സംശയമല്ല, ഒറ്റക്കെട്ടായി ഡബിൾ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതാണ് നമ്മളൊരു അസസ്മെന്റ്. അത് എൻ്റെ മാത്രമല്ല, മങ്കട മണ്ഡലത്തിലുള്ള എല്ലാ നേതാക്കന്മാരും അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ കമ്മിറ്റികളും ഒക്കെ അതാണ് പറഞ്ഞിട്ടുള്ളത്. ലീഗിനെതിരെ ആരെങ്കിലും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ലീഗിൽ നിന്ന് പോയ ഒരാൾ ലീഗിനെതിരെ പ്രവർത്തിക്കുമ്പോൾ അതിന് വല്ലാത്ത രീതിയിലുള്ളൊരു എതിരായിട്ടുള്ള പ്രവർത്തനം ഈ ഭാഗത്തുണ്ടാവും. അപ്പോൾ ഡബിൾ സ്ട്രോങ് ആയിട്ടാണ് എല്ലാവരും പ്രവർത്തിച്ചതെന്നുള്ളതാണ് സത്യം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഈ മങ്കടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊക്കെ ഒന്നും ആയിട്ടില്ല. അപ്പൊ ഇനി അദ്ദേഹം ജയിച്ചു വന്നാൽ അദ്ദേഹം വലിയ സ്വപ്നങ്ങളാണ് പറഞ്ഞത്. ബൈപ്പാസ്, വിദ്യാഭ്യാസ മേഖല, റോഡ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ താങ്കൾ ജനം ഉറപ്പിച്ചല്ലോ, മങ്കടക്കാർക്ക് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് സാധ്യമാകും. അല്ല, വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നു. ഗവൺമെന്റ് കോളേജ് ഇല്ലാത്തടത്ത് ഗവൺമെന്റ് കോളേജ് ഉണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ മങ്കട മണ്ഡലത്തിൽ ഏകദേശം 13ഓളം ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് ഹയർ ഇതായിട്ട് പഠിക്കാനുള്ള സൗകര്യങ്ങളുള്ള സ്ഥാപനങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ ബൈപ്പാസ് എന്നുള്ളത് അത് സത്യമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ LDF സർക്കാർ അവർ കൽപ്പിച്ചു കൂട്ടി അതിനെ അടയിരിക്കായിരുന്നു. ഒരു കാര്യം ചെയ്തിട്ടായിരുന്നില്ല. അത് കൃത്യമായിട്ട് ഈ പ്രാവശ്യം UDF സർക്കാർ തന്നെ വരും ഞങ്ങൾ പ്രതീക്ഷ. നമ്മുടെ ആദ്യത്തെ ഒരു വർക്ക് അതായിരിക്കും.
അല്ല, ഇപ്പൊ ഈ ഇടതുപക്ഷ പ്രവർത്തകരൊക്കെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പറയുന്നത് എംഎൽഎ അദ്ദേഹത്തിന്റെ ശ്രമം ഈ ബൈപ്പാസിന്റെ കാര്യത്തിൽ ഉണ്ടാവാത്തത് കൊണ്ടാണ് നീണ്ടുപോയത്. അതൊരു ആക്ഷേപം. അല്ല, ആക്ഷേപിക്കാൻ ഭയങ്കരണ്ടല്ലോ. ഞങ്ങളിപ്പോൾ എന്തെല്ലാം ചെയ്തു. ഇപ്പൊ മന്ത്രി തന്നെ ഇവിടെ വന്നിട്ട് പറഞ്ഞില്ലേ, പിന്നെ ഈ MLA വളരെ താല്പര്യപൂർവ്വം അതിനെപ്പറ്റി പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. നിയമസഭയിൽ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പിന്നെ സബ്മിഷന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഫണ്ട് ലഭിക്കുന്ന മുറക്ക്, സാമ്പത്തികം നന്നാകുന്ന മുറക്ക്, അഭിവൃദ്ധിപ്പെടുന്ന മുറക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കുക ചെയ്തിട്ടുണ്ട്. അത് കൽപ്പിച്ചുകൊണ്ട് ഇതേപോലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കണം. അതല്ലാതെ ഒരു കാരണവശാലും ഈ പിന്നെ അവരൊരു താല്പര്യം ഇതിലെടുത്തിട്ടില്ല, ബൈപ്പാസിലെടുത്തിട്ടില്ല. ഞങ്ങൾ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ല, നമ്മൾ ബൈപ്പാസിന്റെ വർക്ക് ആദ്യമായിട്ട് തുടങ്ങും. UDF അധികാരത്തിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. ഈ മംഗളക്കാരായ പല ആളുകളും പറഞ്ഞു UDF അധികാരത്തിൽ വരും, നമ്മുടെ അലിയാത്ത മംഗലാംകുഴി അലി ഒരു മന്ത്രിസ്ഥാനത്തേക്ക്, അപ്പോൾ ഈ മംഗളയ്ക്ക് ആവശ്യമുള്ളതെല്ലാം വരും എന്നൊക്കെയാണ് പല UDF പ്രവർത്തകരും പറഞ്ഞത്. ഇല്ല, അത്യാഗ്രഹമൊന്നും വേണ്ട. മന്ത്രിസഭയിലേക്ക് എത്തുന്നൊന്നും ഞാൻ ഒരു പ്രാവശ്യം മന്ത്രി ആയതാണ്. അപ്പൊ അതിനെ പറ്റി അത്ര വലിയൊരു ഇതൊന്നുമല്ല. വരികയാണെങ്കിൽ സന്തോഷം, വന്നിട്ടില്ലെങ്കിലും ഒരു MLA എന്നുള്ള രീതിയിൽ ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ, അത് ചെയ്യാം. ഒരു സംശയം വേണ്ട, അതൊക്കെ ചെയ്യുന്നതാണ് എന്റെ പ്രതീക്ഷ. ഗ്രാമീണ മേഖലയിലൊക്കെ ശരിക്കും ശക്തമായ വേനൽക്കാലമാണ്. കുടിവെള്ളത്തിന്റെ ഒരു വലിയ പ്രശ്നം പല സ്ഥലങ്ങളിലും. കുടിവെള്ള പദ്ധതി നമ്മൾ മുമ്പ് ഒരു മണ്ഡലത്തിലില്ലാത്ത രീതിയിലുള്ള വലിയൊരു പദ്ധതിയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ 5 വർഷം നടന്നത്. 25,000 വീടുകൾക്ക് കണക്ഷൻ കൊടുക്കും. വെള്ളം എല്ലാ സമയത്തും എത്തുന്നില്ല എന്നുള്ള പ്രശ്നം തന്നെയാണ്. അതിന്റെ പണി ഇനിയും കുറച്ചുകൂടി പൂർത്തീകരിക്കാനുണ്ട്. ഈ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച ഫണ്ട് പിന്നെ കൃത്യമായിട്ട് കോൺട്രാക്ടർമാർക്ക് നൽകാതെ അതെടുത്ത് വേറെ പല പരിപാടികൾക്കും ചെലവഴിച്ചത് കൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടുള്ള ചെറിയ ഡിലേ വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആ ഡിലേ മാറ്റിക്കൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ പെട്ടെന്ന് കുടിവെള്ളത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കും. മംഗലാംകുഴി അലി ചാനലിനോട് സംസാരിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരടപാലം മാനത്തുമംഗലം ബൈപ്പാസിന്റെ കാര്യത്തിൽ വച്ചുനീട്ടിലൊന്നും ഉണ്ടാവില്ല. UDF അധികാരത്തിൽ വന്നാൽ ആദ്യം അത് നടപ്പിലാക്കും. റിംഗ് റോഡുകൾ, ചെറിയ ബൈപ്പാസുകൾ, കുടിവെള്ള പദ്ധതിയുടെ കാര്യത്തിൽ, ഇത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാ കാര്യങ്ങളും ഈ മങ്കട മണ്ഡലത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം വ്യക്തമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം തന്നെ അദ്ദേഹം പറയുന്നത് 18,000 വരെ വോട്ട് ജയിക്കാമെന്ന് പറയുന്നു, അതിൽ കൂടുതലാകാം. അപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് UDF പ്രവർത്തകർ, UDF നേതാക്കൾ. മംഗലാംകുഴി അലി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പല വികസന പദ്ധതികളുണ്ട്, ആദ്യം നടപ്പാക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഇനിയിപ്പോൾ ഫലം വരുന്ന മെയ് 4 വരെ കാത്തിരിക്കാം. ആരെയാണ് ജനം സ്വീകരിച്ചതെന്നും ആർക്കാണ് കൂടുതൽ ഭൂരിപക്ഷം നൽകിയതെന്നും UDFനെ ജനങ്ങൾ അധികാരത്തിൽ ഏറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്നതൊക്കെ മെയ് 4-ന് ഫലം വരുമ്പോഴാണ് അറിയാൻ കഴിയുക. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ക്യാമറാമാൻ ഷാഹിദ് തക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനട്ടൻ, പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.